പിന്നെ ആരെന്ത് തകർക്കാൻ നോക്കിയാലും ഞങ്ങളുടെ ഇത് തകരില്ല. ഞങ്ങള് തെറ്റാണ്. എന്റെ പൊന്നുമോളെ, നിന്നെ കൂടിരിക്കുന്നവൻ വലിപ്പിക്കാതിരിക്കാൻ വേണ്ടി നീ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് തരാനോ അല്ലെങ്കിൽ അതിന് കൊണ്ടുപോയി കേസ് കൊടുക്കാനോ ആ ഒരു വൈബല്ല ഞാൻ. ഉറപ്പാണല്ലോ അല്ലേ മോളെ? ആ ഒരു വൈബല്ലല്ലോ നീ. അപ്പം ചേട്ടനും പറയാലോ അല്ലേ കുറച്ച് കാര്യങ്ങൾ. ഒന്നും തോന്നല്ലേ, ചേട്ടനോടൊന്നും തോന്നല്ലേ. ചേട്ടനും പറയുക, കുഞ്ഞ് പറഞ്ഞു വെച്ചേക്കുന്നോണ്ട് മാത്രം. കുഞ്ഞിനെ വെറുതെ അങ്ങനെ വിട്ടു കഴിഞ്ഞാണ്ടല്ലോ കുഞ്ഞ് അങ്ങോട്ട് ആടുക കിടന്നങ്ങോട്ട്. മനസ്സിലായില്ലേ? ആടിക്കോ മോൾ, ആടിക്കോ മോളെ, മോളുടെ ഇഷ്ടം. ഇത് നിന്റെ ലോകം. നീ ജനിച്ച കാസർഗോഡ്, നീ ജനിച്ച കേരളം, നിനക്ക് ആടാം. നീ നിന്നങ്ങോട്ട് ആട്. പക്ഷെ മറ്റുള്ളവന്റെ നെഞ്ചത്ത് കയറി കിടന്നുകൊണ്ട് ഇങ്ങനെ ആടാൻ നോക്കരുത്. ഉപ്പും മുളകും ലൈറ്റ്, ദ ഫാമിലി വ്ളോഗേഴ്സ്. ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ കുടുംബ പ്രശ്നം ഇന്ന് ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ആദ്യം തൊട്ട് വിശദീകരിക്കാനൊന്നും പോകുന്നില്ല. ഈ ഒരു കുടുംബ പ്രശ്നം ഇനി എൻ്റെ ചാനലിലൂടെ ഈ ഒരു വിഷയം ഇരുന്ന് സംസാരിക്കേണ്ട എന്ന് സത്യം പറഞ്ഞ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. യൂട്യൂബിൽ പക്ഷേ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നെങ്കിൽ പൊന്നു, ഇല്ലെങ്കിൽ മറ്റേ എന്താണ് കുഞ്ഞനാ ആ കൊച്ച് നന്ദു, ഇവരുടെ ആരെങ്കിലും ഒരാൾ ഒരു വീഡിയോ വന്നിടും. പിന്നെ നമ്മുടെ കണ്ടന്റ് ആണല്ലോ, നമുക്ക് ചെയ്തല്ലേ പറ്റും. എന്നാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇവരുടെ ഒരു കുടുംബ പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു പൊന്നൂനും അതുപോലെ തന്നെ നന്ദുക്കുട്ടിക്കും ഒക്കെ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്ത് റിയാക്ട് ചെയ്യുന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഇനി എനിക്ക് വയ്യ ഇതിങ്ങൾക്ക് ഇങ്ങനെ ബൂസ്റ്റ് കൊടുക്കാൻ. മതി. ഇനി രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വീഡിയോ ഇട്ട് കാശ് ഉണ്ടാക്കട്ടെ. അതാണല്ലോ അറ്റ് ലാസ്റ്റ് അവരുടെ ഉദ്ദേശം. അതല്ലാന്നൊക്കെ അവർ പറഞ്ഞാലും കുറെ പേര് വിശ്വസിക്കട്ടെ. പക്ഷെ നമ്മളൊന്നും അങ്ങനെ കണ്ണുടച്ച് നമുക്ക് അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. നാട്ടുകാരെ മറ്റേ ഉദ്ധരിക്കാനും നാട്ടുകാരുടെ മുമ്പിൽ തെറ്റ് തിരുത്തിയെന്ന് അല്ലെങ്കിൽ എന്താണ് ഞങ്ങളുടെ ഭാഗത്തല്ല തെറ്റ് എന്നൊക്കെ കാണിച്ചു കൊടുക്കാനോ എന്നൊക്കെ പറഞ്ഞു വരുന്നെങ്കിലും അറ്റ്ലാസ്റ്റ് ഇത് തന്നെയാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ ഇത്രയും വിളമ്പേണ്ട കാര്യമൊന്നുമില്ല. ആൾക്കാർ ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയട്ടെ, അത്രേ ഉള്ളൂ. എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ. നിങ്ങൾക്ക് ഒരു പരിധി കൂടുതൽ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി പോവാം. പിന്നെയും വന്നിരുന്ന് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ആ എന്താ നന്ദു എന്നൊക്കെ പറഞ്ഞ കൊച്ച് എന്താ വന്നിരുന്ന് കാണിക്കുന്നത്? എവിടെങ്കിലും ഒരിടത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോകും. ബാക്കി മൊത്തം അവരുടെ കിളികിലിപ്പ് ഈ ഒരു മോഡ. മനസ്സിലായില്ലേ? പോയി വീഡിയോ അവരുടെയൊക്കെ ഫുൾ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. എന്നാലും കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞതിനകത്തൊന്നും എനിക്കൊന്നും എടുത്ത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ അല്ലെങ്കിൽ കാസർഗോഡിന്റെ വാനമ്പാടി ആയിട്ടുള്ള ഹെലനോ സ്പാർട്ടക്കുട്ടിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാനുണ്ട് എനിക്ക്. സ്പാർട്ടക്കുട്ടി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മകളെ, നീ നല്ലത് ചെയ്തപ്പോൾ നല്ലത് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തൊരുത്തനാണ് ഞാൻ. അതുപോലെ തന്നെ നിന്റെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടപ്പം അത് വിമർശിക്കണമെന്ന് ചേട്ടന് തോന്നി. ചേട്ടൻ ചെയ്തോട്ടെ, ഒന്നും ചെയ്യല്ലേ കേട്ടോ. ചേട്ടനെ എടുത്ത് ഇനി മറക്കാനൊന്നും വരല്ലേ. ചേട്ടന് പറയണം കുറച്ച് കാര്യങ്ങൾ. കാരണം മോളുടെ വീഡിയോയിൽ, ഞാൻ ഇന്നാണ് ആ വീഡിയോ കണ്ടത്, ആ വീഡിയോയിൽ വളരെ മോശമായിട്ട്, അല്ലെങ്കിൽ നീ മറ്റേ എന്താണ് പറയുക, നമ്മള് നിന്ന സ്ഥലത്ത് തുപ്പുക, അങ്ങനല്ല, എന്താണ് അരി മറന്ന് എണ്ണ തേക്കുക, അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ല, ഏതാണ്ട് അതുപോലെ എന്തോ ഒരു എണ്ണ തേക്കല, അരി മറന്ന് എന്തോ ഒരു താങ്ങം, തല മറന്ന് എണ്ണ തേക്കാനാ, അങ്ങനത്തെ ഒരു പരിപാടി പറയും. അപ്പം ആ ഒരു പരിപാടി നീ കാണിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. നീ അപ്പൊ എനിക്ക് എന്താണ് നിന്നെ തരണം, രണ്ടെണ്ണം നിനക്ക് തന്നാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. വളരെ മോശം സ്പാർട്ടക്കുട്ടി, വളരെ ചീപ്പായി നീ ബിഹേവ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി നിന്റെ ഒരു വീഡിയോയിൽ. അത് നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ടാണ് നല്ല രീതിയിൽ നിന്റെ കമന്റ് ബോക്സിൽ നാട്ടുകാരെ നിന്നെ ഊക്കിയിട്ടുള്ളത്. ഊക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തര ഊക്ക്. ഞാൻ നോക്കിയിടത്തോളം ഒരു പോസിറ്റീവ് കമന്റും ഞാൻ ആ വീഡിയോയിൽ കണ്ടില്ല. ഒരെണ്ണമെങ്കിലും നിന്റെ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബർ നിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തായിരുന്നെങ്കിൽ ഓക്കെ, ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ചെയ്യത്തില്ലായിരുന്നു. ഈ വീഡിയോ ചെയ്തേനെ, പക്ഷെ നിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യില്ലായിരുന്നു. പക്ഷെ നീ പറഞ്ഞത് അങ്ങോട്ട് ഒരു രീതിയിലും യോജിക്കാൻ പറ്റത്തില്ല മോളെ. നീ വെയിറ്റ് ചെയ്. നിങ്ങൾ എന്താണെങ്കിലും ഈ വീഡിയോ കാണാതിരിക്കുന്നവർ മൊത്തത്തിൽ കാണ്. അവസാനം നമുക്ക് ഒരു തിരുമ്പി വരവുണ്ട്. ആദ്യമേ കുറച്ച് മാന്യമായിട്ട് നമുക്ക് ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ കാര്യങ്ങൾ സംസാരിക്കാം, എന്നിട്ട് നമുക്ക് സ്പാർട്ടക്കുട്ടിയിലേക്ക് പോകാം. അപ്പൊ എന്താണെങ്കിലും നന്ദുക്കുട്ടി ഇന്നലെ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ, നമ്മുടെ കുഞ്ഞൻ എന്ന് പറയുന്ന ഈ ഉപ്പുമുളകിൻ ലൈറ്റിലെ ഒളിച്ചോടിപ്പോയ രണ്ടാമത്തെ മകൾ, ആ കുട്ടിയുടെ ഭർത്താവിന്റെ കൂടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടേ, രസവാ. നല്ല കല്യാണ വീഡിയോ അതിന്റെ സന്തോഷത്തിലേക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾ നല്ലൊരു കല്യാണ വീഡിയോ ആയിട്ട് വരും അല്ലേ. പിന്നെ ആരെന്ത് തകർക്കാൻ നോക്കിയാലും ഞങ്ങളുടെ ഇത് തകരില്ല. ഞങ്ങള് സെറ്റാണ്. നിങ്ങൾ സെറ്റായി തന്നെ ഇരിക്കട്ടെ, എന്റെയും ആഗ്രഹം അതാണ്. പക്ഷെ എന്റെ പൊന്നുമോളെ നന്ദൂട്ട അല്ലെങ്കിൽ കുഞ്ഞ, നിന്റെ കൂടിരിക്കുന്നവന്റെ കണ്ടിട്ട് എനിക്ക് അത്ര നല്ല രീതിയിൽ നിങ്ങൾ സെറ്റായി പോകുമെന്ന് തോന്നുന്നില്ല. അവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്തോ ഒരു ഉടായിപ്പ്. അതെന്റെ മോളുടെ വായിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ വീഴുന്നുണ്ട്. ഞാൻ കേൾപ്പിക്കുക എന്താ കാരണങ്ങൾ എന്നൊക്കെ. ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞതിനുള്ളൊരു കാരണം എന്താണെന്ന് വളരെ ഒരു ഇച്ചിരി പറയാൻ
പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഒരുത്തന്റെ മുഖം നോക്കിയിട്ട് അവൻ കള്ളനാണെന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. പക്ഷെ അത് പറയാനുള്ള ഒരു കാരണം ഇനി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയാവേ. അപ്പൊ എന്താണെങ്കിലും മോളുടെ ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോട്ടെ, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരാളുടെയും ജീവിതം നശിച്ചു പോകാനൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമ്മളത് പറയുന്നുണ്ട്, നല്ല രീതിയിൽ പോട്ടെ. പിന്നെ മോള് 19 വയസ്സേ ഉള്ളൂ എൻ്റെ കുഞ്ഞിന്. ഇപ്പൊ മനസ്സിലാവത്തില്ല, കുറച്ചും കൂടെ ഒക്കെ കഴിയുമ്പോൾ മോക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ചേട്ടൻ ഇപ്പോഴേ അത് പറയുന്നില്ല, നമുക്ക് ബാക്കി കാണാം. ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിശ്വാസമുണ്ട്, അങ്ങനെയാണെങ്കിലും ഞാൻ സഹിച്ചു. മോളെ അത് വേണം, ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും മോള് വിശ്വസിക്കണം. നമ്മുടെ പാർട്ട്ണറിനെ പല ആളുകൾ വന്നിട്ട് പല വർത്താനങ്ങൾ പറഞ്ഞാലും നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് മറ്റുള്ളവരുടെ വാക്യം കേട്ടിട്ട് ചുമ്മാ തെറി പറയാനോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാനോ പോകരുത്. പക്ഷെ ഇവനെ പോലൊരുത്തനെ എനിക്കറിയില്ല മോളെ. കാരണം നിന്റെ വീട്ടുകാർ പറഞ്ഞത് മാത്രമൊന്നുമല്ല, വേറെ പല വഴിയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിച്ചത് അവൻ വളരെ സുന്ദരനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ്. ഇവന് എനിക്കത് പറയാൻ പറ്റത്തില്ല, അതാണ് ഈ പ്രശ്നം. പുല്ല് നിങ്ങളിപ്പോ പറയുന്നുണ്ടായിരിക്കും പറയടാ എന്ന്. അങ്ങനെ പറയാൻ പറ്റത്തില്ലടേ. നമുക്ക് നാളെ പണി കിട്ടും. നിനക്കൊക്കെ വന്നിരുന്ന് കമന്റ് ബോക്സിൽ അങ്ങോട്ട് പറഞ്ഞാൽ മതി, നമുക്ക് പണി കിട്ടും, മനസ്സിലായ? അതുകൊണ്ടാണ് പലതും പറയാൻ പറ്റാത്തത്. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരെ ഞെട്ടും. അങ്ങനത്തെ കുറച്ച് കഥകളൊക്കെയാണ് ഈ കുട്ടനെ പറ്റി നമ്മൾ അറിയുന്നത്. പിന്നെ അവസ്ഥ ഇല്ലെങ്കിൽ പറയായിരുന്നു. സത്യമായിട്ട് എനിക്ക് സങ്കടമുണ്ട്. ആ കൊച്ചിന്റെ മോളെ നമുക്ക് നോക്കാം. ഞാൻ വീണ്ടും അതാ പറയുന്നത്, എല്ലാ വിവാഹ മംഗള ആശംസകളും ഞാൻ നേരുന്നു നിനക്ക്. നല്ലൊരു ജീവിതം ഈ സുന്ദരൻ്റെ കൂടെ നിനക്ക് ഉണ്ടാവട്ടെ. അല്ലാതെ നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല. അവൻ നന്നാവട്ടെ. അവന്റെ തലയിൽ വല്ല ഉരുക്കെന്ന് എന്തെങ്കിലും തലയിൽ വീണ് അവൻ തലയ്ക്ക് വെളിവെന്ന് അവൻ നന്നാവട്ടെ. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കുഞ്ഞെ. അവസ്ഥയായിപ്പോയി. ഇനി ഇതിപ്പം അവരുടെ കല്യാണം കഴിഞ്ഞതിനെ പറ്റി പിന്നെ അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വന്ന് ഉണ്ടാക്കിയാലെന്നും ദേ ഡസൻ കെയർ. ആ ഒരു മൂഡിലിരുന്ന് സംസാരിക്കുന്നതാണ്. ഇനി വേറൊരു കാര്യം ഇവിടെ ഈ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെങ്കൊച്ച് നന്ദുക്കുട്ടൻ പറയുന്നുണ്ട്, അത് നിങ്ങൾ കേക്ക്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മുഖം നോക്കി ഞാൻ അവനെ കള്ളനാന്ന് പറഞ്ഞതിനുള്ളൊരു എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇത് കേക്ക്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഏട്ടനോട് മനസ്സെന്ന് പറയുമ്പോൾ ഏട്ടൻ ഞാൻ നടക്കുമ്പോൾ അങ്ങോട്ട് നടക്കുമ്പോൾ ഫുള്ള് വീഡിയോ എടുത്ത് നടക്കുക. പിന്നെ എഡിറ്റ് ചെയ്യാനും എനിക്കറിയേണ്ട ആവശ്യമില്ല, ഒക്കെ എഡിറ്റ് ചെയ്യും. അതുകൊണ്ട് സമാധാനമുണ്ട് അല്ലേ? മോള് ഹാപ്പിയാ. മോക്കിനി അധികം പണിയൊന്നും എടുക്കണ്ട. ചേട്ടൻ തന്നെ ക്യാമറ വീഡിയോ ഒക്കെ എടുക്കും, ചേട്ടൻ തന്നെ എഡിറ്റ് ചെയ്തോളും. മോക്കൊന്നും അറിയണ്ട. ഈ വീട്ടിൽ നിന്ന് ചാടിപ്പോകാനുള്ള ഒരു കാരണം ചിലപ്പോൾ ഇതായിരിക്കും അല്ലേ? എനിക്ക് ഇതിനകത്തൊന്നൊക്കെ അതാ മനസ്സിലാവുന്നത്. വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് പണിയൊക്കെ എടുക്കേണ്ടി വരുവേ. ഇതാകുമ്പോഴത്തേക്ക് സുഖമായി. അവനാണെങ്കിൽ ആരെങ്കിലും ഇതേ കണക്ക് ഇച്ചിരിയെങ്കിലും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളെ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ വീഡിയോ കത്തിയില്ലേ യൂട്യൂബിൽ, ഞാൻ കാണാൻ നേരത്തെ ആദ്യം ഒരിട്ട വീഡിയോ കാണാൻ നേരത്തെ ഏതാണ്ട് 24 അങ്ങനെ എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റയടിക്ക് 50,000 എങ്ങാണ്ട് ആവാൻ പോവുക. ഒന്ന് ആലോചിച്ചേ നിങ്ങൾ. അവനതേ നോക്കിയുള്ളൂ സുഖം, മനസ്സിലായ? ഇപ്പം എന്തായി? ഇപ്പൊ വേറൊരു കേസാ കൊച്ചു പറയുന്നത് കേട്ടാ, എന്നെക്കാട്ടിലും ആക്റ്റീവാണ് ഏട്ടൻ വീഡിയോ എടുക്കാനായിട്ട്. ഞാൻ ഇരുന്നാലും നിന്നാലും നടന്നാലും ഒക്കെ ഏട്ടൻ ക്യാമറയും കൊണ്ട് വരും. എന്റെ പൊന്നുമോളെ നീ സൂക്ഷിച്ചോ, നീ കുളിക്കാൻ പോയാലും ഇവൻ ക്യാമറയും കൊണ്ട് വരും. ഞാൻ അറിഞ്ഞത് വെച്ച് പറയുക, നീ സൂക്ഷിച്ചോ. ഇല്ലെങ്കിൽ പിന്നെ നീ കരയും. അവൾ തന്നെ പറഞ്ഞതാ, അവള് ഇരുന്നാലും നടന്നാലും ഒക്കെ ഏട്ടൻ ക്യാമറയും കൊണ്ട് വന്ന് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടുവാന്ന്. ഷോർട്സ് വല്ലതൊക്കെ വരുന്നുണ്ട് ഇവരുടെ ചാനലിൽ. ഞാൻ കണ്ടില്ല കേട്ടോ. ഈ ഇരിക്കുന്നതിന്റെ നടക്കുന്നതിന്റെ ഒന്നും വീഡിയോ ഞാൻ കണ്ടില്ല. താല്പര്യമില്ല. അതുകൊണ്ടാ. ഇപ്പൊ വന്നിട്ടുണ്ടായിരിക്കാം, ഉണ്ടാവട്ടെ, നല്ലത്. പക്ഷേ എന്തിനാടാ? നിനക്ക് ജോലി വേറെ ഒന്നും ഇല്ലേ? നീ ഇപ്പൊ ഇത്ര നാളും എങ്ങനെ നീ ജീവിച്ചോണ്ടിരുന്നത്? നിനക്ക് വേറെ, ഞാൻ കണ്ടില്ല നിനക്ക് വേറെ ചാനലും ഒക്കെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജീവിച്ചെന്ന് പറയാം. ഇതിപ്പോ ഫുൾ ടൈം അവളുടെ പുറകെ നടന്ന് ക്യാമറയും കൊണ്ട് എന്നാ മോനെ? നമ്മളൊക്കെ അറിഞ്ഞത് സത്യമാണെന്ന് തെളിയും അധികം വൈകാതെ. ആ കൊച്ചിനെ നീ മാന്യമായിട്ട് നോക്ക്. അപ്പൊ ഇത്രേ ഉള്ളൂ നമുക്ക് ഈ കുട്ടിയുടെ കാര്യത്തിൽ, നന്ദുക്കുട്ടന്റെ കാര്യത്തിൽ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട, താഴെ കമന്റ് ബോക്സ് ഉണ്ട്, കമന്റ് ബോക്സിൽ അങ്ങോട്ട് എഴുതിയിട്ടേക്കുക. അപ്പോൾ നന്ദുക്കുട്ടന്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇത്രേ ഉള്ളൂ റിയാക്ട് ചെയ്യാൻ. ഇനി നമുക്ക് നേരെ പൊന്നുവിന്റെ വീഡിയോ ഒന്ന് കാണാം. പൊന്നുവിന്റെ കെട്ടിയാലും കൂടെ വന്നിരുന്ന് കുറച്ച് പറയുന്നുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ 2 പെൺമക്കളോടുമാണ്. മക്കളെ, ആ അച്ഛൻ്റെ അമ്മയുടെയും ഏതോ ഒരു കഷ്ടകാല സമയത്താണ് നിങ്ങൾ രണ്ടും ജനിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ എന്തിന് ഒരെണ്ണം കഴിയുമ്പോൾ അടുത്ത കഴിയുമ്പോൾ അടുത്തത് ഇങ്ങനെ വന്ന് വീഡിയോ ഇട്ട് നാട്ടുകാരെ കേൾപ്പിച്ചോണ്ടിരിക്കുന്നു? ഒരു കാര്യമില്ല. നിർത്തിയിട്ട് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇട്ടാൽ പോരെ. നിങ്ങൾ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മളെപ്പോലുള്ളവർ റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ആളുകൾ കമന്റ് ഇടുന്നത്.
അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് നെഗറ്റീവ് വരുന്നത്. ഇനിയിപ്പോ ഈ പൊന്നു പറയാൻ പോകുന്ന ഇതാ, അതായത് അവർക്ക് നെഗറ്റീവ് വരുന്നു, നീയൊക്കെ നിർത്തിയാൽ നിനക്കൊന്നും ഒരു നെഗറ്റീവും വരത്തില്ല. ഇങ്ങനെ വന്നിരുന്ന് കുടുംബ പ്രശ്നം വിറ്റ് കാശുണ്ടാക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് വരും. അതിനകത്ത് ഇപ്പം നമ്മളെയോ നാട്ടുകാരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പൊന്നു പറയുന്ന കേക്ക്. നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരണമെന്ന് തീരെ ആഗ്രഹിച്ചിട്ടല്ല, ഒരിക്കലും നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടോ നമുക്ക് സംസാര കാര്യങ്ങളോ വേണ്ടാന്ന് ഞങ്ങൾ മുൻകൂട്ടി ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. പിന്നെ എന്തിനാണ് ഇപ്പൊ വന്നിരുന്ന് സംസാരിക്കുന്നത്? എന്ത് കാര്യത്തിന്? ആരും നിങ്ങളെ നിർബന്ധിച്ചില്ലല്ലോ. നാട്ടുകാർ നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞെന്നും പറഞ്ഞ് വന്ന് അത് തെളിയിച്ച് മാറ്റേണ്ട കാര്യം, അല്ലെങ്കിൽ അതങ്ങനെ അല്ല എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ നല്ലവരാവേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക്? എന്തിന്റെ ആവശ്യം? വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യവും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലടേ. നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്ത് നമുക്ക് പോകാം. നാട്ടുകാരെ ആണെങ്കിലും നമ്മൾ പറയും, അതായത് നിങ്ങൾ ഉത്തരം കൊടുക്കണം, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണമെന്ന് പറയും. പക്ഷെ അത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മനസ്സിലായില്ലേ? ഇത് വേണ്ട എന്ന് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ദിവസം ഇതിനെപ്പറ്റി സംസാരമൊക്കെ വരത്തുള്ളൂ. അത് കഴിഞ്ഞാൽ വീഡിയോ ആരും ഇതും പൊക്കി പിടിച്ചോണ്ട് വരത്തില്ല. ഇത് പിന്നെ നിങ്ങൾക്കും കൂടെ ആവശ്യമാ, നിങ്ങളുടെയും കൂടെ ആവശ്യമാ. നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കണ്ടന്റ് ഉണ്ടാക്കി കാശുണ്ടാക്കുക, അത്രേ ഉള്ളൂ. അതും കൂടെ ഒന്ന് പറയണം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പം ചെയ്തോ, പക്ഷെ അതിനകത്ത് മറ്റേ നന്മമരവും കൂടെ കളിക്കാൻ നിൽക്കരുത് ഇതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില ചേട്ടന്മാരൊക്കെ ഈ നന്മമരം കളിച്ച് വന്നവർക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കാലത്തില്. അതും കൂടെയൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാം കേട്ടോ എല്ലാവരും. ബാക്കി ഞാനായാലും പൊന്നായാലും നമ്മൾ അങ്ങനെ വലിച്ചു വാരി ഇതാക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇപ്പൊ നമുക്കെതിരെ വീഡിയോസും കാര്യങ്ങളും വരുമ്പോൾ അതിനുള്ള ഒരു ക്ലാരിറ്റി നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ, നമ്മളറിയണവർക്കും നമ്മൾ കാണുന്നവർക്കും. അപ്പോൾ ആ ഭാഗം നമ്മളൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ വന്നു നടക്കുന്നത്. ക്ലാരിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാവശ്യവും ഇല്ല. എത്രയൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വന്നാലും നിങ്ങൾക്കും നിങ്ങളുടെ ഭാഗത്ത് ഒരു ചെറിയൊരു അവിടെ ഇവിടെ മിസ്റ്റേക്സ് നാട്ടുകാർക്ക് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ നാട്ടുകാർക്ക് കിട്ടും, അത് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും എത്രയൊക്കെ ആണെങ്കിലും. അപ്പൊ അതും കൂടെ ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. ഞങ്ങള് ക്ലിയർ ആക്കി തരാം. അപ്പൊ അങ്ങനെ ഈ ഒരു ടോപ്പിക് എടുത്ത് വലിച്ചു വാരി ഇതാക്കാൻ ഒരാളെയും എന്താ പറയാ നാണം കെടുത്താനോ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ ടോപ്പിക്കിൽ ഇടപെടാത്തതിന്റെ മെയിൻ കാരണം, നാളെ ഒരിക്കൽ ഈ വീട്ടിലേക്ക് അങ്ങനെ കയറേണ്ടി വന്നാ, എന്തായാലും ബന്ധുക്കളാണ്, തിരിച്ച് എന്നെയും കാണ്ടി വന്നാ മിണ്ടണല്ലോ. മോളെ, നീ നിന്റെ സ്വന്തം അനിയത്തിയെ പറ്റിയല്ലേ ഈ പറയുന്നത്? എന്താണെങ്കിലും ബന്ധുക്കളാണ്, നാളെ കാണേണ്ട വരുമല്ലോ അല്ലേ? എങ്ങനെ പറ്റുന്നു ഇങ്ങനെയൊക്കെ പറയാൻ? ബന്ധുക്കൾ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം അനിയത്തിയാ മോളെ. അത് പറഞ്ഞെന്നും പറഞ്ഞിപ്പോ ഒന്നും മനത്തുനിന്നൊന്നും പൊട്ടി വീഴത്തില്ല. പറഞ്ഞങ്ങ് പോയാൽ മതി. എൻ്റെ അനിയത്തിയാണല്ലോ, നാളെ കാണേണ്ട വരുമല്ലോ. അതിന് വരാം ബന്ധുക്കളാണല്ലോ നാളെ. കഷ്ടം കേട്ടാ, കഷ്ടം. ഞങ്ങളുടെ വശത്തുനിന്നൊരു പ്രശ്നം വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇതുവരെക്കും ഞങ്ങൾ ഇതിനെ കുറിച്ച് മിണ്ടാത്തതിന്റെ മെയിൻ കാരണം. അല്ലാതെ ഇത് വേറെ ഒന്നുമല്ല. നമ്മള് ഇനി കുറച്ചു കാലം ഉണ്ടാവും ഈ പ്രശ്നങ്ങളൊക്കെ, അത് കഴിഞ്ഞാൽ ഒന്നിച്ച് കഴിഞ്ഞാൽ സംസാരിക്കണല്ലോ. ഒറ്റ ഇതിന്റെ മുകളിലാണ് നമ്മൾ ഇത്രയും കാലം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കാതെ നമ്മുടെ ഭാഗം ഓക്കെ നമ്മളെ വിളിക്കുമ്പോഴും അത് അത്രേ ഉള്ളൂ, നമ്മൾ നിസ്സാരാക്കി കളഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ യൂട്യൂബിലൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നും ഞാനും ആണ് ഇപ്പോൾ മെയിൻ ടെറർ രൂപങ്ങളായിട്ട് നിൽക്കുന്നത്. പൊന്നും ചേട്ടാ, പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇതും പറഞ്ഞ് നിങ്ങൾ എത്ര വിശദീകരിക്കാൻ, നിങ്ങളിപ്പോൾ വന്നിരുന്ന ഒരു കഥയൊക്കെ ഇവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഏകദേശം 50 മിനിറ്റ് ഇരുന്ന് കഥ പറച്ചില്ല. ഇവരോട് മറ്റേ പയ്യനെ പറ്റി മോശമാരോ പറഞ്ഞതിനെ പറ്റി വേണ്ട, ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. വാട്ടെവർ. അത് ഇപ്പം എനിക്കത് മനസ്സിലാവേണ്ട കാര്യമില്ല. എനിക്ക് ഓൾറെഡി നേരത്തെ മനസ്സിലായതാണ് കുറെ കാര്യങ്ങൾ. ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണെങ്കിലും ഇതും പറഞ്ഞ് നിങ്ങൾ വീണ്ടും ഇപ്പോ ഈ നന്ദു എന്ന് പറയുന്ന ഈ ഒരു പൊന്നൂന്റെ അനിയത്തി വന്നിരുന്ന് ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളെ കുറ്റം പറയുകയോ ഒന്നും അവർ ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അവരൊരു ബന്ധമില്ലാതെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് അവരുടെ കല്യാണ വീഡിയോയും കാണിച്ച് ഇങ്ങനെയൊക്കെ അവർ പൊക്കോണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ ഒരു പരിധിയിൽ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ നാട്ടുകാരാണ് നിങ്ങളെ പറയുന്നത്. അതിനിപ്പോൾ നിങ്ങൾ എത്രയൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വന്ന് നിന്നാലും കേൾക്കും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മിണ്ടാതിരുന്ന 2 ദിവസത്തിനുള്ളിൽ പരിപാടി തീർത്ത് എല്ലാവരുടെയും വഴിക്ക് പോകും. ഓക്കെ, ഇപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയും ഒന്നും മിണ്ടുന്നില്ല, പരിപാടി അവിടെ തീർന്നു. ഇനി നിങ്ങളായിട്ട് വന്ന് പറഞ്ഞ് വീണ്ടും ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്നാൽ മതി. പിന്നെ നന്ദുവും ആ ചെറുക്കനും എങ്ങനെയെങ്കിലും പോട്ടെ. അധികം വൈകാതെ ചിലപ്പോൾ അവൻ്റെ തനിക്കണമൊക്കെ മനസ്സിലാക്കിയ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നല്ലൊരു ജീവിതം ആ കുട്ടിക്ക് ഉണ്ടാവട്ടെ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഈ പരിപാടി ഞാൻ ഇവിടെ നിർത്തി. ഇനിയാണ് കളി. ഇനിയാണ് എൻ്റെ പ്രിയപ്പെട്ട, നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, കാസർഗോഡിന്റെ പ്രിയപ്പെട്ട ഹെലൻ. ഹെലനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കാം.
കൊച്ചു വന്നിരുന്ന് മോളെ നിന്റെ പെർസ്പെക്റ്റീവ് നിനക്ക് പറയാം, അതിനകത്ത് നത്തിങ് ഇസ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് നീയാണ്, ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ ദ പേഴ്സൺ ഹൂസ് നോസ് എവറിത്തിങ്, who knows everything, or don't think that you are the only person who got educated in Kerala, and don't think that you are the only person who is earning from YouTube, and don't think that you are the only person who is having a own business. Okay, ഇത്രയും ഞാൻ കൊണകൊണ പറഞ്ഞത്. എനിക്കൊക്കെ അറിയാതെ കുറച്ചൊക്കെ ഇംഗ്ലീഷ് കേട്ടോ, കുറച്ചൊക്കെ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ വരും, എന്നാലും കുറച്ചൊക്കെ നമുക്കും അറിയാം, കുറച്ചൊക്കെ വിദ്യാഭ്യാസം നമുക്കും ഉണ്ട് കേട്ടോ മോളെ. തുടക്കത്തിലേ പറഞ്ഞതാ, എന്തിനാ പറഞ്ഞത് നിനക്കിപ്പോ കത്തിക്കാണും, നാട്ടുകാർക്ക് കത്താൻ വേണ്ടി നിന്റെ കുറച്ച് വീഡിയോ ഞാൻ പ്ലേ ചെയ്യാണ്. അതിൽ എന്നെക്കുറിച്ച് പറഞ്ഞ ഭാഗങ്ങൾ മാത്രം അയച്ചു തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. വാട്ട് എവർ ഇട്ട്. അപ്പം എന്തായാലും നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ 50 മിനിറ്റ് എങ്ങാൻ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയിരുന്നു. അമ്മയും അച്ഛനും ഇരുന്ന് കാര്യങ്ങൾ പറയുന്ന ആ ഒരു വീഡിയോ 50 മിനിറ്റ് എങ്ങാനുണ്ട്. ശരിയാണ്, നിങ്ങളൊരു അച്ഛനും അമ്മയുമാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ പ്രസവിച്ചിട്ടില്ല, ശരി തന്നെയാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. എൻ്റെ സൈഡ് എനിക്ക് പറയണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് സ്റ്റാർട്ടിങ്ങിൽ എന്നെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരുത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പേര് തന്നെ പറയാം. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്കിപ്പം എന്നെക്കുറിച്ച് പറയാനുള്ളത് എൻ്റെ പേര് വെച്ചിട്ട് തന്നെ പറയാം. ഞാൻ നിങ്ങൾക്ക് കോപ്പി റൈറ്റ് തരാനോ അല്ലെങ്കിൽ അതിന് കൊണ്ടുപോയി കേസ് കൊടുക്കാനോ ആ ഒരു വൈബല്ല ഞാൻ. ഉറപ്പാണല്ലോ അല്ലേ മോളെ, ആ ഒരു വൈബല്ലല്ലോ നീ. അപ്പം ചേട്ടനും പറയാലോ അല്ലേ കുറച്ച് കാര്യങ്ങൾ. ഒന്നും തോന്നല്ലേ, ചേട്ടനോടൊന്നും തോന്നല്ലേ, ചേട്ടനും പറയുക. കുഞ്ഞ് പറഞ്ഞു വെച്ചേക്കുന്നോണ്ട് മാത്രം കുഞ്ഞിനെ വെറുതെ അങ്ങനെ വിട്ടു കഴിഞ്ഞുണ്ടല്ലോ, കുഞ്ഞ് അങ്ങോട്ട് ആടുവാ കിടന്നങ്ങോട്ട്, മനസ്സിലായില്ലേ? ആടിക്കോ മോൾ, ആടിക്കോ മോളെ, മോളുടെ ഇഷ്ടം. ഇത് നിന്റെ ലോകം. നീ ജനിച്ച കാസർഗോഡ്, നീ ജനിച്ച കേരളം, നിനക്ക് ആടാം, നീ നിന്നങ്ങോട്ട് ആട്. പക്ഷെ മറ്റുള്ളവന്റെ നെഞ്ചത്ത് കയറി കിടന്നുകൊണ്ട് ഇങ്ങനെ ആടാൻ നോക്കരുത്, മനസ്സിലായില്ലേ? അതൊരുമാതിരി ബാക്കി കാണും. പേരെന്നെ നിങ്ങൾ എടുത്ത് പറഞ്ഞോളൂ. ഐ ഡോണ്ട് ഗിവ് അപ്പം ഇവർ പറഞ്ഞത് ഞാനൊരു അമ്മയായിട്ടില്ല, ഞാൻ പ്രസവിച്ചിട്ടില്ല എന്നുള്ള സത്യം തന്നെയാണ്. എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 വർഷമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ അമ്പുടു, അതായത് നമ്മുടെ നിയാൻ അമ്പുടുവിനെ ഞാൻ ഒരു അമ്മയായിട്ട് തന്നെയാണ് ഉള്ളത്. ആയിട്ട് തന്നെയാണെന്നല്ല, അമ്മയാണ്. അപ്പം ഒരു അമ്മയാവാൻ ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അമ്മയുടെ ഫീലിംഗ് ഒന്നും ദയവ് ചെയ്തിട്ട് ഏച്ചി എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. എന്റെ പൊന്ന് സ്പാർട്ടക്കുട്ടി, എന്റെ പൊന്നുമോളെ, നീ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് വിവരക്കേട് പറയുന്നത്? എന്റെ പൊണ്ണ് ഉപ്പുമുളകിലെ ചേച്ചി ദൈവത്തെ ഓർത്ത് നമ്മുടെ സ്പാർട്ടക്കുട്ടിയെ അമ്മയുടെ വിലയൊന്നും പഠിപ്പിക്കാൻ ചെല്ലണ്ട. നമ്മുടെ സ്പാർട്ടക്കുട്ടിക്ക് ഒരു അമ്മയുടെ ഫീലിങ്സും വിലയൊക്കെ അറിയാം എന്നാണ് സ്പാർട്ടക്കുട്ടി പറയുന്നത്. എന്നാൽ സ്പാർട്ടക്കുട്ടി പ്രസവിച്ചിട്ടൊന്നുമില്ല എന്ന് സ്പാർട്ടക്കുട്ടി തന്നെ പറയുന്നുണ്ട്. എന്താണ് അമ്പുറുവ, ഒരു പയ്യന്റെ പേര് പറയുന്നുണ്ടല്ലോ. അപ്പൊ 5 വർഷമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അതൊക്കെ അറിയാന്നാണ് പറയുന്നത്. ആ കൊച്ചുമായിട്ടുള്ള ബന്ധമൊക്കെ എനിക്ക് അറിയത്തില്ല. 5 വർഷമായിട്ടുള്ള വീഡിയോ ഞാൻ കാണാറൊന്നുമില്ല. ഇപ്പൊ ഇതിനു വേണ്ടി 5 വർഷത്തെ വീഡിയോ ഒന്നും കുത്തിയിരുന്ന് കാണാൻ എനിക്ക് വയ്യ. എന്താണെങ്കിലും മോള് പറഞ്ഞത് വെച്ച് ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയുക. നമുക്കൊക്കെ അറിയാവുന്ന ചെറിയ അറിവ്, മോളുടെ അത്രയും വലിയ അറിവോ ലോകം മൊത്തം ചുറ്റിക്കറങ്ങിയിട്ടുള്ള ഒരു നമുക്കൊന്നും കാണത്തില്ല. ഇപ്പാവങ്ങള് നമ്മുടെ അറിവ് വെച്ച് നമ്മളൊരു കാര്യം പറയാം. അതായത് ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വേദന, ആ ഒരു ഫീലിങ്സ്, ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. നിന്റെ ചേച്ചിയുടെ കുഞ്ഞാണെങ്കിലും ശരി, നിന്റെ കസിന്റെ കുഞ്ഞാണെങ്കിലും ശരി, ചിലപ്പോ ആ കുഞ്ഞിന് നിന്നെ അമ്മയെ പോലെ ആയിരിക്കാം, നിനക്കും ആ കുഞ്ഞ് സ്വന്തം കുഞ്ഞിനെ പോലെ ആയിരിക്കാം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എൻ്റെ പൊന്നുമോളെ, ഒരു അമ്മാ മകൻ അല്ലെങ്കിൽ ഒരു അമ്മാ മകൾ ഉണ്ടാവുന്ന, സ്വന്തം മകൻ അല്ലെങ്കിൽ സ്വന്തം മകൾ, ഇവര് തമ്മിൽ ഉണ്ടാവുന്ന ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഒരിക്കലും അത് നിനക്ക് പറഞ്ഞ് മനസ്സിലാവത്തില്ല പോലെ. അത് നിനക്ക് അറിയാമായിരുന്നെങ്കിൽ നീ ഇപ്പൊ ഇരുന്ന് ഈ കോണ അടിക്കത്തില്ലായിരുന്നു, മനസ്സിലായില്ലേ? നിനക്ക് തീരെ വിവരം ഇല്ലാന്ന് നീ നാട്ടുകാരുടെ ഫ്രണ്ടിൽ തെളിയിച്ചോണ്ടിരിക്കുക. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, മോളുടെ കമന്റ് ബോക്സ് മോള് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി ഇങ്ങനെ സ്ക്രോൾ ചെയ്തൊന്ന് നോക്കുക. അപ്പൊ അവിടെ കാണാം ഈ പറഞ്ഞ ഡയലോഗിനൊക്കെ നല്ല ഊക്ക് നാട്ടുകാർ തന്നിട്ടുണ്ട് നിനക്ക്. പിന്നെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോ എന്താ കൂടുതലൊന്നും പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞു കാര്യം കൂടെ പറയാം. ഒരു കുഞ്ഞിനെ ഇപ്പൊ ദത്തെടുക്കുക എന്ന് വിചാരിച്ചു. ഞാനിപ്പോ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൈക്ക് ആരും ആയിക്കോട്ടെ, ഇപ്പൊ അങ്ങനെ വല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. നിങ്ങൾക്കാണെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ഒരു വിഷമം വരും. നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ട്, നിങ്ങൾ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ ആയിരിക്കും അവനെ കാണുന്നത്. എങ്കിൽ പോലും എനിക്ക് സ്വന്തമായിട്ട് ഞാൻ പ്രസവിച്ചൊരു കുഞ്ഞിലല്ലോ എന്നുള്ളൊരു ഫീല് ഏതൊരമ്മയ്ക്കും ഉണ്ടാവും,
മനസ്സിലായില്ലേ? അവരൊരു കുഞ്ഞിനെ ദത്തെടുത്തിട്ടുണ്ടെങ്കിൽ പോലും മോളെ ആ ഒരു എനിക്കറിയില്ല അത് എങ്ങനെ നിനക്ക് എക്സ്പ്രസ് ചെയ്ത് തരണം. ഇത്രയും വിട്ടിത്തര വരുന്ന പറഞ്ഞ നിനക്ക് അതെങ്ങനെ എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് അറിയത്തില്ല കുട്ട. എന്റെ തെറ്റാ, അങ്ങ് ക്ഷമിക്കെന്റെ പൊന്നുമോള്. പക്ഷെ നീ ആ പറഞ്ഞത് വെറും വിവരക്കേടാണെന്ന് മാത്രം ഞാൻ പറയും. ബാക്കി അത് ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത് ഇവരെ വീഡിയോയിൽ പരാമർശിച്ചൊരു കാര്യമാണ്, എവിടെയെങ്കിലും പോയി എന്നെക്കുറിച്ചിട്ടാണ്, എവിടെയെങ്കിലും പോയി കറങ്ങി വന്നിട്ട് തിന്നിട്ട് ഏമ്പക്കം വിട്ട് വന്നിരുന്ന് വീഡിയോ ചെയ്യാൻ നല്ല സുഖമാണ്. ആര്? എൻ്റെ പൊന്നേച്ചി, ആരും നിങ്ങളടുത്ത് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? നമ്മളൊരു പണിയും ത്വരവും ഇല്ലാണ്ട് വെറുതെ അങ്ങ് പോയി തിന്ന് വന്ന് വിട്ടിരിക്കുന്നതാണെന്ന്. കഷ്ടപ്പെടുന്നുണ്ട് ചേച്ചി, വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ കേട്ടോ. ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് സെല്ലിങ്, മറ്റേ കാര്യങ്ങൾ, അതിൻ്റെ കണക്ക്, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കുറച്ച് മുന്നേ HS ക്ലോത്തിങ് ഉണ്ടായിരുന്നു. കുറച്ച് മുമ്പ് HS ക്ലോത്തിങ് ഉണ്ടായിരുന്ന അപ്പൊ ഇപ്പൊ HS ക്ലോത്തിങ് ഇല്ലേ? ഈ സെല്ലിങ്, ബ്രാൻഡിങ്, പ്രൊമോഷന്, എക്സ്പോർട്ടിങ് ഇല്ലേ? അതോ മോള് മറന്നു പോയ കണക്കൊക്കെ നോക്കി 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 മടുത്ത? അതുകൊണ്ട് ആണോ നിർത്തിയത്? എനിക്കറിയത്തില്ല. മോള് തന്നെ പറഞ്ഞ മുമ്പുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് സംശയം വരുമല്ലോ, അതുകൊണ്ട് ചോദിച്ചാണേ. ബാക്കി അതുകൊണ്ട് വെറുതെ ഇരുന്ന് ഞം തിന്നുകയോ ദാരിദ്ര്യം വിളിച്ച് പറയുകയോ ഞാൻ ചെയ്യാറില്ല. കാരണം ഞാൻ എന്താ പറയുക, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം, അൽഹംദുലില്ലാ, ദൈവത്തിച്ചിട്ട് അതുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ എന്തായാലും പണിയെടുത്തിട്ടാണ് തിന്നുന്നത്. ഞാൻ ഈ പറയുന്ന നോക്കണ്ട, മനസ്സിലായില്ലേ? മോള് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മോള് പറയുന്നൊന്നും നോക്കണ്ട. അവള് നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആണ്. അവൾ പണിയെടുത്താണ് തിന്നുന്നത്. അവൾക്ക് മറ്റേ ബ്രാൻഡിങ്ങും സെല്ലിങ്ങും പരിപാടികളും ഒക്കെ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ മോളോട് ഞാനൊരു കാര്യം ചോദിക്കുക. പൊന്നു മോളെ, നീ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഇങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? നീ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അറ്റ് എനി കോസ്റ്റ്, ഇനിയാണെങ്കിലും അറ്റ് എനി കോസ്റ്റ് did you will get hired to an MNC? കിട്ടുമോ നിനക്ക് എവിടെങ്കിലും? അല്ല, എൻ്റെ ഒരു സംശയമാണ് മോളെ. തിന്നല്ല ഇനിയും പിടിച്ച് നമ്മളെ. മോളെ, നീ മാത്രമാണ് മറ്റേ അതങ്ങ് മാറ്റി കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉണ്ട്. ഇപ്പൊ ഈ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം വെച്ചിട്ടാണ് ഇതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചത്. കുറച്ച് കാര്യങ്ങളും കൂടെ ഈ കുഞ്ഞ് പറയുന്നുണ്ട്, അതുകൂടെ കേൾപ്പിച്ചിട്ടേ എനിക്ക് കുറച്ച് കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരാനുണ്ട് നിങ്ങൾക്ക്. ഈ കുട്ടിയുടെ വിവരക്കേടാണ് അത്, എനിക്ക് മനസ്സിലായി. നിങ്ങൾ മനസ്സിലാക്കണം. ആ പ്രായത്തിന്റെയാ, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടാ മോളെ. പിന്നെ നീ പറയുന്ന കണക്ക് സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റ് സെല്ലിങ്, എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ്, കണക്ക് നോക്കല്, ഇതൊക്കെ മാത്രമായതുകൊണ്ടാണ് ലോകപരിചയം ഒരു പരിധി കൂടുതൽ ഇല്ലാത്തത്. പുറത്തിറങ്ങി വല്ല കമ്പനിയിലും ഒക്കെ പണിയെടുത്ത് 10 പേരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അപ്പോഴൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളൊന്നും ഒരു തേങ്ങ അല്ല എന്നുള്ളൊരു സത്യാവസ്ഥ നിനക്ക് മനസ്സിലാവും. ഒന്നുമല്ല, നീയും ഒരു മാങ്ങയല്ല മോളെ. ബാക്കി വെറുതെ പോയിരുന്ന് വന്ന് തിന്ന് ഏമ്പക്കം വിട്ട് വീഡിയോ ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ യൂട്യൂബ് വരുമാനത്തിലല്ല ഹെലൻ ഓഫ് സ്പാർട്ട ജീവിക്കുന്നത്. ഇത് ഞാൻ എല്ലാം കഴിഞ്ഞ് എന്താ പറയുക, എൻ്റെ പ്രോഗ്രാംസ്, നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പല വീഡിയോസിലും ഞാൻ പറയുന്നത് എനിക്ക് മടിയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാറില്ല. ഇപ്പം ഞാൻ ടയേർഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാറില്ല. അങ്ങനെ യൂട്യൂബ് റവന്യൂവിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാനെന്നുണ്ടെങ്കിൽ പല ആൾക്കാർ, ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പല ആൾക്കാർ നിങ്ങൾക്ക് എടുത്താൽ മനസ്സിലാവും. ഒരു ദിവസം 3-4 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു പണിയും തൊരും ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ലായിരിക്കും, അവരിതിൽ മാത്രം ജീവിക്കുന്നവരായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഒരു ദിവസം 3-4 ഒന്നും വീഡിയോ ഞാൻ അങ്ങനെ സ്ഥിരം ചെയ്യാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ രണ്ട് വീഡിയോ അല്ലെങ്കിൽ 3 വീഡിയോ ചെയ്ത്. മോള് പറഞ്ഞോ, നമ്മളൊക്കെ ഉണ്ടല്ലോ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന, ഒരു വേലയും കൂലിയും ഇല്ല മോളെ. ശരിയാ, പക്ഷേ നീ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞല്ലോ, എനിക്ക് മടിയാ, എനിക്ക് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ. നീ വീഡിയോ ചെയ്യാതിരിക്കുന്നതാ നല്ലത്. എപ്പോഴൊക്കെ വീഡിയോ ചെയ്താലും ആരെങ്കിലും ഒക്കെ പിടിച്ച് കൂക്കാറുണ്ടല്ലോ, കിട്ടാറുണ്ടല്ലോ. അപ്പൊ മനസ്സിലാക്കുക, പറ്റിയ പണിയല്ല എന്നുള്ള കാര്യം കേട്ടാ. പിന്നെ നേരത്തെ പറഞ്ഞ കണക്കത്തെ ഒരു അമ്മയുടെ ഒരു എങ്ങനെ ആ ഡയലോഗ് എങ്ങനെ പറയാൻ തോന്നി മോളെ? നിനക്ക് ആ അച്ഛന്റെ അമ്മയുടെ ഫ്രണ്ടിൽ മറ്റേ അങ്ങോട്ടൊന്ന് താന്നു കൊടുക്കാൻ വയ്യ. അതുകൊണ്ട് നീ അടുത്ത സാധനം കൊണ്ട് ഇറങ്ങിയതാ. അതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പൊ ഈ താങ്ങ് തന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? തെറ്റു പറ്റും, എനിക്കൊക്കെ ഇഷ്ടം പോലെ തെറ്റു പറ്റും മോളെ, മനസ്സിലായ? പക്ഷെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്. നിനക്കത് ഇല്ല. നീ മറ്റേ സെറ്റപ്പ് എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ്, മറ്റേ കണക്ക് നോക്കൽ, ആ പരിപാടിയും കൊണ്ടിരിക്കുന്നോണ്ടാ, മനസ്സിലായ? പക്ഷെ ഇതൊക്കെ ഒരു ദിവസം പോകും. അതിന് അപ്പം എങ്ങനെയെങ്കിലും ജീവിക്കണമെങ്കിൽ ഇപ്പൊ യൂട്യൂബ് പോയാലും മോളെ എനിക്കൊക്കെ ജീവിക്കാൻ പറ്റും. എനിക്കൊക്കെ ആവശ്യത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്.
പല കമ്പനിയിൽ നിന്ന് ഒരിടത്തൊന്നും ഞാൻ സ്ഥിരം നിൽക്കത്തില്ല. അത് എന്റെ സോക്കേട്. പക്ഷെ എന്നാലും എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ ചെന്ന് കഴിഞ്ഞാൽ സംസാരിച്ചൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കയറാൻ എനിക്കറിയാം. മനസ്സിലായില്ലേ? നിന്നെ പോലെ മറ്റേ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുമല്ലായിരുന്നു. ഒരു കേരളത്തിലെ വൺ ഓഫ് ദ ടോപ്പ് കമ്പനി, അല്ലല്ല ടോപ്പ് കമ്പനി എന്നല്ല കേട്ടോ, ഒരു കുഞ്ഞ് സ്റ്റാർട്ടപ്പിൽ നിന്ന് തുടങ്ങിയതാണ്. സെക്കൻഡ് ഞാൻ വർക്ക് ചെയ്യുന്നത് വൺ ഓഫ് ദ ടോപ്പ് കമ്പനിയിലായിരുന്നു നാട്ടിൽ. അതിനുശേഷം നമ്മൾ തുടങ്ങി ഞാൻ ദുബായിൽ ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറായിട്ടാണ് ലാസ്റ്റ് ഞാൻ എൻ്റെ ഒരു പൊസിഷൻ അതായിരുന്നു. അതെല്ലാം കളഞ്ഞിട്ടാണ് ഇവിടെ വന്നിരുന്നത് ഇത് മാത്രമായിട്ട് ഇരിക്കുന്നത് മോളെ. എനിക്ക് അതിനകത്ത് യാതൊരു വിഷമമൊന്നും തോന്നുന്നില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ ഇഷ്ടം എൻ്റെ വീട്ടിലിപ്പോൾ ഇരിക്കുന്നു, സുഖം സമാധാനം. എനിക്ക് തിരിച്ചു പോയി വർക്ക് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യും. എന്ന് വെച്ചിട്ട് ഇപ്പൊ ഇതിനകത്തുനിന്ന് കിട്ടുന്ന പൈസ ഇതിനകത്തുനിന്നാണെന്ന് തന്നെ പറയാൻ എനിക്കൊരു നാണക്കേടും ഇല്ല. മനസ്സിലായോ? അതുപോലെ തന്നെ തെറ്റുപറ്റിയാൽ നേരത്തെ പറഞ്ഞ കണക്ക് സമ്മതിക്കാൻ ഒരു മടിയില്ല. അല്ല നിന്നെ പോലെ കിടന്നിട്ട് കൊണ അടിക്കത്തില്ല. പിന്നെ ഈ ഇരിക്കുന്ന സ്ഥലം കുഴിക്കുക എന്ന് പറയുന്നില്ല, അതാണ് നീ ഇപ്പൊ ചെയ്തത്. നീ റിയാക്ഷൻ പരിപാടി അങ്ങ് നിർത്ത്, എന്നിട്ട് നീ റിയാക്ട് ചെയ്യുന്നവരെ തോണ്ടാൻ വാ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഫാമിലി പരിപാടി അവിടെ ഇവിടെ നടക്കുന്ന വീഡിയോ ഒക്കെ ഇടാറുണ്ടല്ലോ. എത്ര പേര് കാണാറുണ്ട് മോളുടെ? എന്താ കാണത്തില്ല? താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക്. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ നിന്റെ കാണുന്നത്, അത് നിന്റെ സാധനം, നിനക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ കയറി വരും, അതുകൊണ്ട് ആൾക്കാർ കാണുന്നു, അത്രേ ഉള്ളൂ. അത് നിനക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി തരാൻ എനിക്കിപ്പോൾ പറ്റും. കാരണം എൻ്റെ പൊന്നുമോള് ഞാനിപ്പോൾ ഈ എടുത്ത് വെച്ച റിയാക്ട് ചെയ്ത വീഡിയോയുടെ അടിയിലൊന്ന് പോയി നോക്കിയാൽ കമന്റ് ബോക്സ് കിടപ്പുണ്ട് മോക്കുള്ള സമ്മാനങ്ങൾ അവിടെ. അതിൻ്റെ ഒരു കുറച്ച് പോഷൻ മാത്രമേ ഞാൻ ഇവിടെ തരുന്നുള്ളൂ. ബാക്കിയൊക്കെ നിന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ. വല്ലോന്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രം ആയിരിക്കത്തില്ലല്ലോ അതിനകത്ത് അത് പറഞ്ഞിരിക്കുന്നത്. നിന്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു 2-3 പേരെങ്കിലും പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അല്ലാതെ ഞാനാണ് റാജ്ഞി, ഞാനാണ് മുക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ കേട്ടോ. ആൾക്കാർ പട്ടിപ്പുത്തം തരും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, കാണുന്ന നിങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം പറ. കൊച്ചിന് മനസ്സിലായി, അതൊന്ന് നന്നാവട്ടെ. ഓക്കെ, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നോട്. പറഞ്ഞതിനകത്തൊക്കെ എവിടെയെങ്കിലും ഒക്കെ കാണുവടെ, മനുഷ്യനാ നമ്മളൊക്കെ. നിങ്ങളെപ്പോലെ പറ്റിയ വൺ ടീമൊന്നും അല്ല കേട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.